ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിൻ്റെ മലയാളം കേരള പാഠാവലി ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ കൂട്ടുകാർക്ക് ആനുവൽ എക്സാം ആണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. പ്രവർത്തനം 1, വിശകലനക്കുറിപ്പ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഇന്നത്തെ കടലായിരിക്കുമോ നാളെ എന്ന കുഞ്ഞു മീനിൻ്റെ ചോദ്യത്തിന് വിവിധ കൂട്ടങ്ങളിൽ നിന്ന് അമ്മയ്ക്ക് കിട്ടിയ ഉത്തരങ്ങൾ വ്യത്യസ്തമായിരുന്നു. എന്താവാം അതിനുള്ള കാരണം? വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഇന്നത്തെ കടലായിരിക്കുമോ നാളെ എന്ന കുഞ്ഞു മീനിൻ്റെ ചോദ്യത്തിന് പലതരത്തിലുള്ള ഉത്തരങ്ങളാണ് അമ്മയ്ക്ക് കിട്ടിയത്. അപ്പോൾ അതിനുള്ള കാരണങ്ങൾ എന്താവാം? അപ്പോൾ അതാണ് വിശകലനം ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഇന്നത്തെ കാലഘട്ടത്തിലെ ഒരു പ്രധാന പ്രശ്നമാണ് നാടകകൃത്ത് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഏത് അഭിപ്രായത്തിനും വിവിധ ഉത്തരങ്ങളാണ് ലഭിക്കുന്നത്. അതുതന്നെയാണ് അമ്മയുടെയും ലഭിച്ചത്. സംശയം ന്യായമാണെന്ന് അയൽക്കൂട്ടം പറഞ്ഞു. അപ്പോൾ കോരയും ഏട്ടനും പറഞ്ഞത് കുഞ്ഞുമീനിന് ഭ്രാന്താണെന്നാണ്. പണ്ടും ഇത്തരം ചോദ്യങ്ങളുമായി നടന്നവരുണ്ടെന്ന് നത്തോലി പറഞ്ഞു. അങ്ങനെ പോയവരുണ്ടെന്നും പറയുന്നു. പക്ഷേ ആരും തിരികെ വന്നിട്ടില്ല. നീയും പോയാൽ തിരികെ വരാൻ സാധ്യതയില്ലെന്ന സൂചനയും നൽകി. എന്നാൽ തിരിച്ചു വന്നവരുണ്ടെന്ന് തിരണ്ടി പറയുന്നു. ഇങ്ങനെ തർക്കവും ഉത്തരം കിട്ടാത്ത ചോദ്യമായി നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. സമൂഹം അങ്ങനെ തന്നെയാണ് ഓരോ കാര്യത്തെയും പല വീക്ഷണങ്ങളിലൂടെയും കാണുന്നത് എന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. കഥാപാത്ര നിരൂപണം. ആമസോൺ എന്ന കഥയിലെ അന്നാമ്മ എന്ന കഥാപാത്രം എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ഈ കഥാപാത്രത്തിന് രൂപം, വേഷം, കഥയിൽ അവർ ചെലുത്തുന്ന സ്വാധീനം, അവരുടെ അഭിപ്രായങ്ങൾക്കുള്ള പ്രസക്തി എന്നിവ വിലയിരുത്തി കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. അപ്പോൾ എന്താണ്? അന്നാമ്മ എന്ന കഥാപാത്രത്തെക്കുറിച്ച് നിരൂപണം തയ്യാറാക്കുക. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ആമസോൺ ഒരു മിനിക്കഥയാണ്. വലിയ ആശയത്തെ ഒളിപ്പിച്ചു വെച്ച ഒരു കുഞ്ഞു കഥ. മലയാളത്തിലെ പ്രിയ എഴുത്തുകാരൻ അംബികാസുധൻ മങ്ങാട് എഴുതിയതാണിത്. പരിസ്ഥിതി പ്രാധാന്യമുള്ള ഒരു കഥയാണ് ആമസോൺ. ഈ കഥയിലെ പരിസ്ഥിതി സ്നേഹിയായ ഒരു വീട്ടമ്മയാണ് അന്നാമ്മ. ഏതാണ് മധ്യവയസ്കയായ ഒരു സ്ത്രീ. ഇടത്തരം വീട്ടിലെ ഒരു കുടുംബിനി. അവർക്ക് നാട്ടിലെ എല്ലാ പ്രശ്നങ്ങളിലും തന്നെ അഭിപ്രായമുണ്ട്. കേവലം നമ്മുടെ നാട്ടിലെ മാത്രമല്ല, അങ്ങകലെ ആഫ്രിക്കൻ വനാന്തരങ്ങളിലെ കാട് കത്തുന്നത് പോലും അവർക്ക് സഹിക്കുന്നില്ല. TV വാർത്തയിലൂടെ മനസ്സിലാക്കിയ കാര്യമാണ് അവർ തൻ്റെ ഭർത്താവായ ജോപ്പനോട് പങ്കുവയ്ക്കുന്നത്. ഭൂമിക്ക് വേണ്ട ഓക്സിജൻ കൂടുതലും കിട്ടുന്നത് ഈ കാടുകളിൽ നിന്നാണെന്ന് അവർ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. കാട് കത്തുന്നതിനുള്ള അപകടത്തെ മനസ്സിലാക്കാൻ കഴിയുന്നു എന്ന് മാത്രമല്ല, അതിനോട് പ്രതികരിക്കുന്ന ഒരു വീട്ടമ്മയാണെന്നു കൂടി അവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത പ്രവർത്തനം 3, ചോദ്യാവലികൾ. നമുക്ക് നോക്കിയേക്കാം. സ്കൂളിലെ ചിത്രകല ക്യാമ്പിൻ്റെ ഉദ്ഘാടനത്തിന് എത്തുന്ന പ്രമുഖ ചിത്രകാരനുമായുള്ള അഭിമുഖത്തിന് 5 ചോദ്യങ്ങൾ തയ്യാറാക്കുക. അപ്പോൾ എന്താണ്? ഒരു ചിത്രകാരനാണ്. ആ ചിത്രകാരനോട് ചോദിക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ തയ്യാറാക്കുക. ചിത്രകല മേഖലയിലേക്ക് തിരിയാനുള്ള പ്രചോദനം എന്തായിരുന്നു? അപ്പോൾ നമുക്ക് ചോദിക്കാം, എന്ത്? ചിത്രകല മേഖലയിലേക്ക് തിരിയാനുള്ള പ്രചോദനം എന്തായിരുന്നു? ഇനി നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള ചിത്രങ്ങളാണ് ചെയ്യാറുള്ളത്? ചിത്രകലയെക്കുറിച്ച് ഒരു വിവരണം തരാമോ? താങ്കൾ ചെയ്തിട്ടുള്ള പ്രധാന പെയിൻറ്റിങ്ങുകളെക്കുറിച്ച് വിവരിക്കാമോ?
യുവതലമുറയുടെ ചിത്രകലയെക്കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത്? അപ്പോൾ ഇത്തരം കുറച്ച് ചോദ്യങ്ങളൊക്കെ നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാനായിട്ട് പറ്റും. ഇനി പ്രവർത്തനം 4 എന്ന് പറയുന്നത് ഉപന്യാസമാണ്. ഉപന്യാസം തയ്യാറാക്കാനാണ്. ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് ദൃശ്യമാധ്യമങ്ങൾ. കുട്ടികളും ദൃശ്യമാധ്യമങ്ങളും എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്ന വിഷയത്തിൽ ഒരു ഉപന്യാസം തയ്യാറാക്കുക. നമുക്ക് നോക്കാം. കുട്ടികളുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്നതിനുള്ള ഒരു അടിസ്ഥാന ഘടകമായി നാം ദൃശ്യമാധ്യമങ്ങളെ കാണണം. മിക്ക കുട്ടികളും ടെലിവിഷൻ കാണാനും വെബിൽ സോഷ്യലൈസ് ചെയ്യാനും വീഡിയോ ഗെയിമുകൾ കളിക്കാനും സമയം കണ്ടെത്തുന്നു. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ട്വിറ്റർ തുടങ്ങിയവ കുട്ടികൾക്കിടയിൽ ചെലുത്തുന്ന സ്വാധീനം വലുതാണ്. ദൃശ്യമാധ്യമങ്ങൾ കുട്ടികളുടെ പഠനത്തിനും അവരുടെ സംസ്കാരത്തെ വളർത്തുന്നതിനും ഏറെ സ്വാധീനം ചെലുത്തുന്നു. ഈ മാധ്യമങ്ങൾ ഗുണകരമായും ദോഷകരമായും ബാധിക്കുന്നുണ്ട്. കുട്ടികളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്താനും അറിവിൻ നൂതന മുഖങ്ങൾ നൽകാനും മനോഭാവങ്ങളെ മാറ്റിമറിക്കാനും സഹായിക്കുന്നു. പെരുമാറ്റ മര്യാദകൾ പഠിക്കാനും പ്രയോഗിക്കാനും ദൃശ്യമാധ്യമങ്ങൾ സ്വാധീനം ചെലുത്തുന്നുണ്ട്. കുട്ടികൾക്ക് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനോ ഒന്നിനും ഇന്ന് താല്പര്യം കാണുന്നില്ല. വീഡിയോ ഗെയിമുകളും സോഷ്യൽ മീഡിയകളും ആണ് അവരുടെ ഇഷ്ട ഉറവിടങ്ങൾ. നല്ല രീതിയിൽ ഉപയോഗിക്കേണ്ട സാധനങ്ങളെ പലപ്പോഴും ചീത്ത രീതിയിൽ ഉപയോഗിക്കുന്നു. കുട്ടികളുടെ സ്വഭാവ പെരുമാറ്റങ്ങളിൽ വലിയ ഒരു പങ്ക് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയകളും നൽകുന്നുണ്ട്. നല്ല രീതിയിൽ പ്രയോജനത്തോടെ ഉപയോഗിക്കാനും അറിവുകൾ വളർത്താനും ഉള്ളതാവട്ടെ സോഷ്യൽ മീഡിയകളും ദൃശ്യമാധ്യമങ്ങളും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് അതുപോലെ പഠിക്കില്ല, ഇത് ജസ്റ്റ് വായിച്ച് നോക്കുക. എന്നിട്ട് അതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് കൂട്ടുകാർ മനസ്സിൽ വെച്ചിട്ട് കൂട്ടുകാരുടെ ഭാഷയിൽ വേണം എഴുതാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. Thanks for watching.